സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തമിഴ് സിനിമയിൽ തുടങ്ങിവെച്ച ചില ട്രെൻഡുകളെക്കുറിച്ചും അദ്ദേഹം ചെയ്തതുകൊണ്ട് ഇനി ട്രെൻഡാവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. തമിഴ് സിനിമയിലെ ഒരുപാട് താരങ്ങളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു ട്രെൻഡ് രജനീകാന്ത് തുടങ്ങി വെച്ചത് കബാലി എന്ന സിനിമയിലൂടെയാണ്. കബാലി എന്ന സിനിമ രഞ്ജിത്ത് സംവിധാനം ചെയ്യുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള രണ്ട് സിനിമകളാണ്. ഒന്ന് അട്ടകത്തി എന്ന സിനിമയും മദ്രാസ് എന്ന ഒരു സിനിമയും മാത്രമാണ്. സോ മൂന്നാമത്തെ സിനിമ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ, ഒരു രജനീകാന്ത് സിനിമ ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയൊരു വാർത്തയായിരുന്നു. കാരണം അതിനു മുമ്പ് രജനീകാന്ത് സിനിമകൾ സംവിധാനം ചെയ്തിരുന്ന സീനിയർ ഡയറക്ടേഴ്സാണ്. സോ താരതമ്യേന ജൂനിയർ ആയ ഒരു സംവിധായകന് ഒരു സൂപ്പർ സ്റ്റാർ സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് തമിഴ് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസിൽ പുതുമുഖ ഡയറക്ടേഴ്സിൻ്റെ കൂടെ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, രജനീകാന്ത് സാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, അദ്ദേഹം അത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്തുകൂടാ എന്ന ചിന്തയുടെ പുറത്താണ് ഞാനിപ്പോൾ പുതിയ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുന്നതെന്നാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടി. രജനീകാന്ത് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറാണ് ഇത് കാണിച്ചു കൊടുത്തത്. ഞാൻ ഇതേ പുതിയ ഒരു സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ഒറ്റപ്പടം മാത്രമല്ല ചെയ്തു, അദ്ദേഹം പിന്നെ കാർത്തിക് സുബ്രാജിൻ്റെ കൂടെ ചെയ്തു, ജയിലർ ചെയ്തു, നെൽസൻ്റെ കൂടെ, അങ്ങനെ താരതമ്യേന പുതുമുഖങ്ങളായ സംവിധായകരുടെ കൂടെയൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ വലിയ സ്റ്റാർസ് പുതുമുഖ സംവിധായകരുടെ കൂടെ, ചെറുപ്പക്കാരായ സംവിധായകരുടെ കൂടെ സിനിമകൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ട്രെൻഡും തുടങ്ങി വെച്ചത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെയാണ്. അടുത്തതായി രജനീകാന്ത് തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ട്രെൻഡ് മൾട്ടി സ്റ്റാറർ സിനിമകളുടെയാണ്. അത് വെറും മൾട്ടി സ്റ്റാറുകളല്ല, മറ്റു ഭാഷകളിലെ സൂപ്പർ സ്റ്റാറുകളുമായി ചേർന്ന് മൾട്ടി സ്റ്റാറർ സിനിമകൾ ചെയ്യുക എന്നൊരു ട്രെൻഡാണ് അദ്ദേഹം ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ജയിലറിൽ നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നും മോഹൻലാൽ, കന്നഡയിൽ നിന്നും ശിവരാജ് കുമാർ, ഹിന്ദിയിൽ നിന്നും ജാക്ക് ഷെറോഫ്. ഈ ട്രെൻഡ് വേട്ടയിലും തുടരുന്നത് നമുക്ക് കാണാം. അവിടെ ഹിന്ദിയിൽ നിന്നും വന്നത് സാക്ഷാൽ അമിതാഭ് ബച്ചനാണ്, മലയാളത്തിൽ നിന്നും ഫഹദ് ഫാസിലും ഉണ്ടായിരുന്നു. ഇനി അടുത്ത സിനിമയായിട്ടുള്ള കൂലി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയുണ്ട്, തെലുങ്കിൽ നിന്ന് നാഗാർജുനയുണ്ട്, ഹിന്ദിയിൽ നിന്ന് അമീർ ഖാൻ ഉണ്ട്. അങ്ങനെ മറ്റു ഭാഷകളിലെ സീനിയർ ആയിട്ടുള്ള സ്റ്റാറുകളുടെ കൂടെ സിനിമ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു ട്രെൻഡ്. മറ്റ് സ്റ്റാർസും ഇത് കണ്ടിട്ട് ഇത്തരത്തിലുള്ള മൾട്ടി സ്റ്റാർ സിനിമകൾ ഇനി ചിലപ്പോൾ നമ്മൾ കൂടുതൽ വരാം. ഇതുകൂടാതെ വേട്ടയൻ എന്ന സിനിമയും പുതിയൊരു ട്രെൻഡാണ് സത്യത്തിൽ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇത് മറ്റ് സ്റ്റാർസ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യാവുന്ന സിനിമയുടെ ടെംപ്ലേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. വേട്ടയൻ എന്ന സിനിമയിൽ ഒരു മെസ്സേജ് പറയാനുണ്ട്, ഡയറക്ടർക്ക് പൊതുസമൂഹത്തോട് ഒരു മെസ്സേജ് പറയാനുണ്ട്. അപ്പോൾ അത് അത്ര സ്റ്റാർ വാല്യൂ ഇല്ലാത്തൊരു ആക്ടറിനെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ചില ഏരിയകളിൽ ഇതൊരു ചർച്ചയാകും എന്നല്ലാതെ എല്ലാ ആളുകളിലേക്കും ഈ ഒരു മെസ്സേജ് എത്തില്ല. സോ വലിയ രണ്ട് സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സിനിമ ചെയ്തുകൊണ്ട് ഇവരെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഈ സിനിമ കാണുകയും ഈ മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ അന്യൻ പോലെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോലെയോ ഇതിലെ നായകൻ തന്നെ നടന്ന് ഈ മെസ്സേജ് പറയുന്ന രീതിയിലല്ല. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ത്രൂ ആണ് ഈ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നത്. പിന്നെ ഇത് ഏറ്റവും ചുരുക്കി പറയുന്നത് അമിതാഭ് ബച്ചൻ ചെയ്ത ക്യാരക്ടറാണ്. സോ ഈ ഒരു ടെംപ്ലേറ്റ്, അതായത് ഒരു മെസ്സേജ് ഒരു ഡയറക്ടർക്ക് പറയണമെന്നുണ്ട്, അതൊരു സ്റ്റോറി ഡ്രിവൺ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. അതിൽ ഒരു സ്റ്റാർ വന്ന് അഭിനയിക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടുകയും ഈ മെസ്സേജ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. സോ അത് ഒരു ട്രെൻഡായിട്ട് ഇനി സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു സമൂഹത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള സംവിധായകർക്ക് വലിയ സ്റ്റാർസിൻ്റെ സപ്പോർട്ട് കിട്ടുകയും ഈ മെസ്സേജ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യും. സോ എഗെയിൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പുതിയൊരു ട്രെൻഡ് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇതേപോലെ കുറേ കാലങ്ങളായിട്ട് പലതും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പലരും ഏറ്റെടുക്കുകയും അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ് സിനിമയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുപോകുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.